ഞാനിപ്പോൾ കൊച്ചിയിലെ തന്നെ എല്ലാ പത്രങ്ങളിലും അല്ലാത്തതിലും വാർത്തകൾ മേയർ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി UDFും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഈ ബാക്കിയുള്ള വിശദമായ കാര്യങ്ങൾ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് KPCCയിൽ നിന്ന് ഒരു നിർദ്ദേശം വരും. പ്രൊസീജിയർ എങ്ങനെയാണ്? ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട്. അത് ആദ്യം അല്ല, ഒരു സത്യപ്രതിജ്ഞ പോലും 21-ാം തീയതിയുള്ളൂ. അത് കഴിഞ്ഞിട്ടൊരു പ്രൊസീജിയർ ഉണ്ട്. മേയറെയും ചെയർമാനെയും പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുക്കാൻ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒരു നടപടിക്രമമുണ്ട്. അത് KPCC പ്രസിഡന്റ് ഇന്ന് പ്രഖ്യാപിക്കും. ആ നടപടിക്രമം അനുസരിച്ച് ചെയ്യുന്നു. അതിനുമുമ്പ് എങ്ങനെയാണ് ഞങ്ങൾ മേയറെ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് മേയറെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും നിങ്ങൾ ഓരോ മേയറെ തിരഞ്ഞെടുക്കുക. നിങ്ങളെന്ന് വെച്ചാൽ പല പത്രങ്ങളും പല മാധ്യമങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേയർമാരെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് അതിനെങ്കിലുള്ള ഒരു അനുവാദം താ. നിങ്ങൾ ഞങ്ങളുടെ നടപടിക്രമം KPCC പ്രസിഡന്റ് പ്രഖ്യാപിക്കാൻ പോണല്ലോ. അതിനു മുമ്പ് DCC പ്രസിഡന്റിന് യോഗം കൂടി തീരുമാനം എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ വന്നിവിടെ വന്ന് ഇന്ന ആളാണ് മേയർ എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ പാർട്ടിയിൽ അതൊന്നും നടക്കില്ല. അതൊക്കെ CPM-ൽ ഇന്നലെ പോയി ഒപ്പിട്ട് വന്നിട്ട് സെക്രട്ടേറിയറ്റിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അത് അങ്ങനെയാണെന്ന് പറഞ്ഞു. ഏത് ഗവർണറായിട്ട് ഒത്തുതീർപ്പേ ഉണ്ടാക്കിയിട്ട് വന്ന് അങ്ങനെയുള്ള നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. സെക്രട്ടേറിയറ്റിൽ ചോദിച്ചു ഇത് ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് നല്ലതാണ്, അത് അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ പറയാൻ പറ്റുമോ? ഈ ഷിയാസ് സമ്മതിക്കില്ല ഞാനങ്ങനെ പറഞ്ഞ. ഞങ്ങളുടെ പാർട്ടിയിൽ അതൊന്നും നടക്കില്ല. അവൻ അത് വേറെ തീരുമാനിക്കുന്നത് ഞാനല്ല, DCC പ്രസിഡന്റും അല്ല. അതിനൊരു നടപടിക്രമം വരും. ആ നടപടിക്രമം KPCC തന്നാൽ അതനുസരിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മീറ്റിംഗ് വിളിച്ച് കൗൺസിലർമാരുടെ യോഗം ചേർന്ന് അവരുടെ അഭിപ്രായമൊക്കെ കിട്ടുക. അല്ലെങ്കിൽ മോളിൽ നിന്ന് കെട്ടിയിറക്കല്ല മേയർ. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സോഷ്യൽ മീഡിയയുടെ വായി മൂടിക്കെട്ടാൻ നമുക്ക് എന്തെങ്കിലും പറ്റുമോ?